രാജ്യമൊട്ടുക്കും വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധന അഥവാ SIR നടപ്പാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്ക് ഇലക്ഷൻ കമ്മീഷൻ തുടക്കമിട്ടിരിക്കുകയാണ്. ബീഹാറിൽ 60 ലക്ഷത്തോളം പേരുകൾ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയതിനെ തുടർന്നുണ്ടായ വോട്ട് ബന്ദി പ്രക്ഷോഭം രാജ്യമൊട്ടുക്കും അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിലാണ് പ്രസ്തുത നീക്കവുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നത്. അത് സംബന്ധിച്ച നിരവധി ഹർജികളും സുപ്രീം കോടതിയുടെ സജീവ പരിഗണനയിലുണ്ട്. ബീഹാറിലെ SIRനെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു. SIRനുള്ള പ്രാരംഭ ഒരുക്കങ്ങൾക്കായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരുടെ സമ്മേളനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്തിരുന്നു. ഇന്ത്യൻ പൗരൻ അല്ലാത്ത ഒരാളും വോട്ടർ പട്ടികയിൽ ഉണ്ടാകരുതെന്നും ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരാൾക്ക് വോട്ടുണ്ടാകരുതെന്നുമുള്ള ലക്ഷ്യത്തോടെയാണ് SIR നടത്തുന്നതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരോട് പറഞ്ഞിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള 1 ഡസനോളം വരുന്ന രേഖകളിൽ ഒന്നായി ആധാർ പരിഗണിക്കണമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അറിയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുടെയും പൗരാവകാശ സംഘടനകളുടെയും ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളുടെയും നിയമ പോരാട്ടങ്ങളുടെയും ഫലമായി സുപ്രീം കോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് ആധാർ കാർഡ് രേഖയായി പരിഗണിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായത്. കേരളത്തിൽ 2002 വോട്ടർ പട്ടികയായിരിക്കും SIRനുള്ള അടിസ്ഥാന വോട്ടർ പട്ടികയായി കണക്കാക്കുക. അതുകൊണ്ട് തന്നെ 2002 കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പേര് വരാത്ത മുഴുവൻ ആളുകളും കമ്മീഷൻ ആവശ്യപ്പെടുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കേണ്ടി വരും. ആ രേഖകളിൽ ഒന്നായി ആധാറും പരിഗണിക്കപ്പെടും. എന്നാൽ വോട്ടർ പട്ടികയിൽ പേരുള്ള പ്രവാസികളായ വോട്ടർമാരുടെ കാര്യത്തിൽ വലിയ ആശങ്ക ഉയർന്നു വന്നിരിക്കുന്നു. കാരണം ബീഹാറിൽ ജോലി തേടി ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയവരടക്കം വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. പ്രവാസികൾ ഏറെയുള്ള കേരളത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ എന്ത് നിലപാടാണ് ഉണ്ടാവുക എന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ വ്യക്തത വരുത്തിയിട്ടില്ല. പട്ടിക പരിഷ്കരിക്കുമ്പോൾ പ്രവാസി വോട്ടർമാർക്ക് ഓൺലൈനായി രേഖകൾ നൽകാൻ അവസരം ഉണ്ടാകുമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചത്. അതേ അവസരം BLOമാർ വീട്ടിലെത്തി രേഖകൾ ആവശ്യപ്പെടുമ്പോൾ പ്രവാസികളുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നതിലടക്കം വ്യക്തത നിലനിൽക്കുന്നുണ്ട്. ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ SIR നടപടികൾ അതീവ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിനായി ആയിരക്കണക്കിന് വ്യാജ വോട്ടുകൾ ചേർക്കുന്നതിൽ ഉദ്യോഗസ്ഥരടക്കം പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ട സാഹചര്യത്തിൽ കേരളം ഈ വിഷയത്തിൽ വലിയ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു.